വിശ്വാസത്തെ പറ്റി എന്താണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വിശ്വാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബൈബിൾ വചനത്തിൽ തന്നെ പറയുന്ന വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. പലപ്പോഴും ചില ആത്മീയരുടെ ഇടയിൽ അവരെപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, ഒരു വിഷയം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അത് ഒരിക്കലും നടക്കുന്നില്ല. പലപ്പോഴും പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കാത്ത ഒരു അവസ്ഥയിലാണ്. അവരോട് ഞാൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്ന കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ അവിശ്വാസങ്ങളും സംശയങ്ങളും ഭാരവും പ്രയാസവും വെച്ച് നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനൊന്നും പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അത് ഈ സംഭവങ്ങളെല്ലാം പിശാചിൻ്റെ പക്കലുള്ള കാര്യങ്ങളാണ്. എന്ത് ചെയ്യണം? നമ്മൾ അതെടുത്ത് കളയണം, ഹൃദയത്തിൽ നിന്ന് കളഞ്ഞിട്ട് ഒന്നാം സ്ഥാനം ക്രിസ്തു വചനം നമ്മുടെ ഹൃദയത്തിലിരുന്ന് ആത്മീയ കണ്ണു തുറന്ന് വിശ്വാസത്തോടെ ഉറപ്പോടെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി ദൈവം തരും. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അനേക നന്മകളും ഭൗതികമായും ആത്മീയ നന്മകളും എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നത്. ഇതാണ് വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എനിക്കൊരു അനുഭവത്തിൽ കൂടെ വിശ്വാസം എന്നതിനെ കുറിച്ച് എനിക്ക് മനസ്സിലായി. അതേ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, സംശയങ്ങൾ, ഉറപ്പില്ലായ്മകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി ക്രിസ്തുവിനും വചനത്തിനും മുൻസ്ഥാനം കൊടുക്കുക. അതുപോലെ തന്നെ പ്രത്യാശയോടും ഉറപ്പോടും വിശ്വാസത്തോടും കൂടെ അനുസരിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ ആത്മീയമായും ഭൗതികമായും നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.